ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റൈസ് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടറ്റയും എഗ്ഗും ചേർത്താം കേട്ടോ. ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടേണ്ടതെന്ന് ആലോചിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ ഒരിക്കലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യല്ലേ, തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാതെ തന്നെ ഉരുളക്കിഴങ്ങ് നേരിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ല, ആ ഒരു രീതിയിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, വെള്ളം ചേർക്കാതെ ആവിയിലിരുന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേകാനായിട്ട് താമസമായിരിക്കും, അപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അഥവാ ഇനിയും ഉരുളക്കിഴങ്ങ് വെന്തില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ അടച്ച് വെച്ച് ആണിത് വേവിക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ഉടച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാനിൽ നിന്ന് ഞാൻ മാറ്റാനായിട്ട് പോവുകയാണ്. പൊട്ടറ്റോ മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ 2 കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഉടനെ തന്നെ കുത്തി ഇളക്കാതെ 1 മിനിറ്റിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലേ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതും ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് കൂടി ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇതും മാറ്റാവുന്നതാണ്. പിന്നെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ മുട്ട ചേർക്കണ്ട, അതിന് പകരം കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വേവിച്ചെടുക്കേണ്ട, എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ, 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരുപാട് സവാളയുടെ ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാളയുടെ കളർ ഒരുപാട് അങ്ങ് മാറിപ്പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പൊടികൾ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി മല്ലിയിലയും പുതിന ഇലയൊക്കെ ഉണ്ടല്ലോ, അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം, എങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല, പകരം പുതിന ഇലയും മല്ലിയിലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് പൊട്ടറ്റോയ്ക്ക് പകരം ചിക്കൻ വേണേൽ ചേർത്ത് കൊടുക്കാം, വെജിറ്റബിൾ മാത്രമായിട്ട് തയ്യാറാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്കത് തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പം ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു നാരങ്ങയുടെ പകുതി മാത്രം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുത്താൽ ഭയങ്കര പുളിപ്പായിരിക്കും, അതുകൊണ്ട് ഒരു നാരങ്ങയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണേ.
എങ്ങനെയുണ്ട്? ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പം എല്ലാവരും ഒന്ന് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ് രാവിലത്തെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.